ആനം തനം തനം ദാനം ദ ആനം തനം ദ ആനം തനം 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 ലയവിസ്മയം ലയവിസ്മയം ലയവിസ്മയം. എല്ലാവർക്കും നമസ്കാരം. ലോകപ്രശസ്തമായ ശിവപാലതാളം ചിട്ടപ്പെടുത്തിയ ഹരിമോഹനൻ മാഷിൻ്റെ വീട്ടിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അനുഭവങ്ങളും നമുക്ക് ചോദിച്ചറിയാം. കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ലൈവ് വിസ്മയം എന്ന ഈ യൂട്യൂബ് ചാനൽ പുതിയൊരു അതിഥിയുമായിട്ട് ഞങ്ങൾ കടന്നു വരികയാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രശസ്തനായ മൃദംഗം ആർട്ടിസ്റ്റ് കരുവള്ളൂർ ഹരിമോഹന മാഷാണ്. മാഷിനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. നമ്മള് കുടുംബ ബന്ധമാണ്. അതെ. എൻ്റെ അച്ഛനും താങ്കളുടെ അച്ഛൻ്റെ അച്ഛനും. അപ്പോൾ അത് ഒരു വഴി സി കെ പണിക്കർ, ശിവപാല മാഷ്, അങ്ങനെയുള്ളൊരു വഴിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാളും കണ്ടുമുട്ടി. ഇങ്ങനെ ഒരു ഔദ്യോഗികമല്ല, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പാർട്ടിങ് നോളേജ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതായിട്ട് കാണാം. പിന്നെ താങ്കൾ ഇങ്ങനെ ഒരു ലൈവ് എന്ന് പറഞ്ഞ ഒരു ചാനൽ തുടങ്ങിയതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം കൂടുതൽ എല്ലാ കലാകാരും, ഏത് കല, എല്ലാ വിധങ്ങളിലും അത് തെയ്യമെടുക്കാം, കഥകളി എടുക്കാം, അതുപോലെ സംഗീതം എടുക്കാം, അങ്ങനെ എല്ലാ ഓട്ടംതുള്ളലുണ്ട്. അത് ഓട്ടംതുള്ളലിൽ നമ്മുടെ അദ്ദേഹം എൻ്റെ രത്നാരട്ടൻ എൻ്റെ വലിയ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ ഇതിനടി കണ്ടു. അപ്പോൾ അതന്നെ എനിക്ക് മനസ്സിൽ തോന്നിയത് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ എടുക്കുകയും അതുപോലത്തെ പ്രശസ്തന്മാരെയും ഉൾപ്പെടുത്തുന്നതല്ല, പ്രശസ്തതയല്ല, എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോലെ പല നല്ല കലാകാരന്മാരുണ്ട്. അവരെല്ലാം ഇപ്പം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടാകും. അപ്പം അങ്ങനെയില്ല, എല്ലാവരെയും നമ്മൾ തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു സംരംഭത്തിന് പിന്നെ വളരെയധികം സന്തോഷമുണ്ട്. അത് ജനങ്ങളോട് ഒരു അപേക്ഷ, കഴിയുന്നതും ഇങ്ങനെയുള്ള ചാനലുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം. ഒരു ഷെയർ ചെയ്യലും കൂടി അക്കൂടത്ത് ചെയ്യുക എന്ന് എൻ്റെ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. കുറേ നാളായി മാഷിനെ കണ്ടിട്ട്. കാരണം ഇപ്പോൾ ഈ പ്രോഗ്രാമൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പം എങ്ങനെ കാണാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു, നമുക്കൊരു പ്രയാസം തോന്നും. ഈ ഒരു പരിപാടിയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മാഷിന് എന്താണ് പറയാനുള്ളത്? നമ്മളെ ഒരു പ്രകൃതി ദുരന്തം തന്നെ പറയാം. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 64 വയസ്സായി. ഇതുപോലെ അടച്ച് വീട്ടിലിരിക്കേണ്ടോ അല്ലെങ്കിൽ വായി കെട്ടി നടക്കേണ്ട ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവുന്നു. അപ്പോൾ എല്ലാവരുടെ ദുഃഖത്തിലും പങ്കുചേരുന്നു. പ്രത്യേകിച്ച് കലാകാരന്മാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും കറുത്ത ദിനങ്ങളാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ തന്നെ 1 വർഷത്തോളം അമേരിക്കയിൽ എനിക്ക് പോകാൻ പറ്റിയതുകൊണ്ട് ആ സ്ഥലത്ത് അത്ര സമയം അവിടെ ഞാൻ ഉണ്ടായിരുന്നു. തിരിച്ച് നാട്ടിൽ വന്നു, വീണ്ടും ഈ ഇതിലായി. അപ്പോൾ നമ്മളെ സംഗീത രംഗത്ത് നമ്മളെ സത്യത്തിൽ കാല് കെട്ടിയിട്ടിട്ട് വിടുന്ന മാതിരി അവസ്ഥയാണ്. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ സംഗീതജ്ഞരുടെ എല്ലാം ജീവിതം സംഗീതമാണ്. അത് പിന്നെ പ്രയോഗിക്കേണ്ട ഒരു അവസരങ്ങൾക്ക് അതിൽ വളരെയധികം ദുഃഖമുണ്ട്. പിന്നെ അങ്ങനെ കാലത്ത് മതി. എന്തായാലും ഈ സമയത്തെ പോലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള സമയം അത് യൂട്ടിലൈസ് ചെയ്യുന്നെങ്കിൽ നമുക്കത് നന്മയായി വരും. ഏതായാലും എല്ലാ കാലവും ഇതുപോലെ പോകില്ല. ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ എല്ലാ കലാകാരന്മാരുടെ ദുഃഖം ഞാൻ പങ്കുചേരും. പക്ഷേ ഇപ്പോൾ പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? പുതിയ പ്രൊജക്റ്റ് ഒന്നാമതായി ഞാൻ ചെയ്തത് ഇവിടെ ഒരു മിനി ഓഡിറ്റോറിയം പോലെ ഒരു സംവിധാനം ഉണ്ടാക്കി. അപ്പം വളർന്നു വരുന്ന കലാകാരന്മാർക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കലാകാരന്മാർക്കെല്ലാം പിന്നെ അവസരങ്ങൾ കിട്ടാൻ, ചെറിയ കുട്ടികളായിട്ടുള്ള നല്ല കഴിവില്ല ടാലന്റുള്ള കുട്ടികൾക്ക് അത് എല്ലാ രംഗത്തുള്ള കലാകാരന്മാരെ അവരെല്ലാം ആദരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രോത്സാഹനമായിട്ട് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് ഞാനിത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ തുടക്കം, ഇതിന്റെ ഉദ്ഘാടനം നമ്മളെ സംഗീത പൂർണ്ണശ്രീ കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസ കച്ചേരിയോട് കൂടിയിട്ട് ഇവിടെ അത് തുടങ്ങി. അതുപോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയമായ രാജേഷിൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു. അതുപോലെ ഈശ്വരൻ മാഷ കച്ചേരി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രോഗ്രാം. പിന്നെ നവരാത്രിക്ക് ഇപ്രാവശ്യം
കൂടാണെങ്കിൽ കൂടി ചെറിയ ചെറിയ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് എനിക്ക് 2-3-4 കച്ചേരികൾ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബാക്കി സ്ഥലം അങ്ങനെ ചെയ്തു. അങ്ങനെ നവരാത്രി കാലങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രോഗ്രാം നടത്തണം എന്നൊരു ആശയമാണ് ഒന്നാമതായിട്ട്. എന്തായാലും ആ പുറത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് അതൊരു മാഷിന്റെ സൗകര്യത്തിൽ അത് രണ്ട് വശമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രീയ സംഗീതമാണ് നമ്മുടെ വഴികൾ. അപ്പൊ അതിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ 20 ആളുണ്ടാവും, 40 ആളുണ്ടാവും, ചിലപ്പോൾ 100 ആളുണ്ടാവും. അങ്ങനെ ആളുകൾ എത്ര ഉണ്ടാവും നമുക്കറിയാം. ഇവിടുന്ന് ചെയ്ത് ഇതിനെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2500-3000 ആള് വേൾഡ് വൈഡായിട്ട് കാണുന്നത് എനിക്ക് തോന്നി. അപ്പം ഇതൊരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷെ അതിന്റെ ഗുണവും ദോഷവും ഉണ്ട് എന്നല്ലേ ശരിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഭരതനാട്യ ഫീൽഡിലുള്ള പണ്ട് എല്ലാം യുവജനോത്സവം പിന്നണി എല്ലാം വെച്ചിട്ടാണ്. ആ പിന്നണിയില്ല. അപ്പൊ ഒരു വർഷത്തിൽ 105-108 എല്ലാം കണക്ക് വെച്ച് ഇത്ര കുട്ടിക്ക് ഞാൻ വായിച്ച കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഒരു കുട്ടിക്ക് നമുക്ക് വായിക്കാൻ അമ്മ അങ്ങോട്ട് അടുപ്പിക്കാത്ത ഒരു കാലം. ഇതെല്ലാം വളരെ ദുഃഖമുണ്ട്. കാരണം ഇതിനു വേണ്ടിയിട്ട് തന്നെ ജീവിതം അർപ്പിച്ച് നല്ല നല്ല കലാകാരന്മാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവരുടെ ജീവിത പ്രശ്നം കൂടി ഇതിൽ ബാധിക്കുന്നു. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ വലിയൊരു ജെമിനി സ്റ്റുഡിയോ ഡാൻസ് ഡയറക്ടർ ആയിട്ടുള്ള ഒരാളെ മകനാണ്. അപ്പം അച്ഛൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠം, എൻ്റെ ജീവിതം അത് ഭാഷ ഞാൻ പറയുന്നില്ല, വിഷമത്തിലുണ്ടായത്. അതുകൊണ്ട് എൻ്റെ മകനാവാണ്ട് ഒരു ജോലി ഉണ്ടാക്കുക, അതിന് ശേഷം തലക്ക് വേണ്ടിയിട്ട് നീ പോകുന്നതിന് വിരോധമില്ല. ഈ ഒരു വാക്ക് ആണ് പറഞ്ഞത്. പിന്നെ ആ വാക്ക് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി ഓർമ്മ വരുന്നു. അങ്ങനെ പഠിപ്പും കാര്യമായിട്ട് മാത്രം നടന്ന് എന്നെ പഠിക്കാൻ വിടാത്ത ഒരു അച്ഛൻ. അപ്പോൾ കുറച്ച് കാലം ഞാൻ ഇതെല്ലാം വായിച്ചു വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നിങ്ങളോട്, ചാലാട് കണ്ണൻ മാസ്റ്റർ ഒരു വലിയ മനുഷ്യന്റെ ഗുരുദക്ഷിണ വെച്ച് വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പോൾ തബല തിരുവനന്തപുരം വിജയകുമാർ എന്ന് പറഞ്ഞൊരു വലിയൊരു കലാകാരൻ, അദ്ദേഹത്തിന്റെ കീഴിൽ കുറച്ചു കാലം അഭ്യസിക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം എൻ്റെ അഭ്യസനം. പിന്നെ ആ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് അച്ഛൻ്റെ ഇപ്പം പിന്നണിയിൽ വേണുമാഷ് താങ്കളുടെ അച്ഛനാണ് പാടാൻ മിക്കവാറും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഭാഗത്ത് അത്രയും ശബ്ദസുഖവും എല്ലാം ഒത്തിരി ഒരു കലാകാരന്മാർ വളരെ കുറവായിട്ട് ഉണ്ടായിട്ടുള്ളൊരു സത്യം ഞാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം എനിക്ക് അച്ഛൻ കൂട്ടി പോയിട്ട് ഞാൻ വായിക്കാൻ വേണ്ടി പോയി. വായിക്കാൻ പോയി അച്ഛൻ്റെ താളത്ത് ഞാനും അദ്ദേഹത്തിൻ്റെ പാട്ടിനടി എനിക്ക് വായിക്കാൻ തെറ്റുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ മാറ്റിക്കളയാ അല്ലേ വേണു എന്ന് പറഞ്ഞു. അച്ഛൻ മാഷ് പറഞ്ഞു, അയ്യോ രണ്ടോട്ടം നോക്കിയാൽ മാഷോടുള്ളൊരു ഭയം കൊണ്ട് മാത്രമേ ഇല്ലൂ, അത് ശരിയാവും എന്ന് പറഞ്ഞ ആ പ്രോത്സാഹനം പിന്നെ കുറേ വർഷത്തോളം കഴിഞ്ഞിട്ട് അത് ഞാൻ വേദികളിൽ വായിക്കുമ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ വേറൊരു പേര് ആർട്ടിസ്റ്റ് പേരോ ഞങ്ങൾ രണ്ടാളും ടീമായിട്ട് വായിക്കും. അപ്പോൾ ഇവിടെ മരിച്ചുപോയ സുശീൽ കുമാർ, അതുപോലെ തന്നെ നമ്മുടെ വേണുമാഷ, നിങ്ങളുടെ അളയപ്പനായിട്ടുള്ള രഘു, അദ്ദേഹം ഒരു വലിയ കലാകാരനാണ്. കാരണം എന്താ വെച്ചാൽ തവലയായിട്ട് അസാധ്യ വായിക്കും, മൃദംഗമായിട്ട് വായിക്കും, കച്ചേരിയും നടത്തും, എല്ലാം. നിങ്ങളെല്ലാ കുടുംബത്തിലെ ഒരു ആരും ഞാൻ ആര് കച്ചേരിക്ക് വായിക്കാൻ ആര് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്ന പോലെ കുറച്ചല്ല ഞങ്ങൾക്ക് അറിയാവുന്നത്ര പറഞ്ഞത് രാമേന്ദ്ര മാഷ, അവരെയും ഞാൻ നമിക്കുന്നു. അപ്പം നിങ്ങളെ കലാകുടുംബം അതിൽ നിന്ന് കുറേ ആയിട്ട് ഞാനൊരു ബന്ധം. അതുപോലെ എൻ്റെ അച്ഛനും CK പണിക്കർ അദ്ദേഹമായിട്ട് ഒരു വലിയ ബന്ധമാണ്, പാരമ്പര്യമായിട്ട് അങ്ങനെയുള്ള തലമുറ. പക്ഷെ അവർക്കെല്ലാം ഉണ്ടായത്ര തിക്ത അനുഭവങ്ങളും അവരെ സാമ്പത്തികമായ വിഷമങ്ങളും നോക്കുമ്പം ഇന്നുള്ളവര് ഭാഗ്യവന്മാരല്ലേ. നമ്മൾ 2 കൊല്ലം കഷ്ടം എടുത്തിട്ടും ബാക്കി അവരുടെ ജീവിതത്തിൽ അവർ ത്യാഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവർ തന്ന വഴിയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കും. അപ്പം അവരെല്ലാം സ്മരിക്കൽ ഒരു വലിയ കാര്യമാണ്. പിന്നെ അത് ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വന്ന പോയിന്റ്, ഒരു ജോലി വേണം. അങ്ങനെ ഒരു ജോലി ഇല്ലതുകൊണ്ട് ഒരു പെൻഷനായിട്ട്, പക്ഷെ പെൻഷനായാലും വി ഹാവ് ടു ഡു സംതിങ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഇതിൽ ഗവേഷണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിനെത്തി ഇന്ന് ഞാൻ അമേരിക്കയിൽ എത്തിയിട്ട് വലിയൊരു വിശിഷ്ട വ്യക്തിക്ക് ഞാൻ ക്ലാസ് നെറ്റിൽ കൂടി എടുക്കുന്നു. അത് നമ്മുടെ ഇന്നത്തെ കാലത്തല്ലാണ്, അന്നത്തെ കാലത്ത് ആവില്ല. അപ്പം നമുക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കുകയും ചെയ്യണം, കഴിക്കണം വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ പഴയ കാലത്തിലെ ഗുണങ്ങളുണ്ട്, പുതിയ കാലത്തിലെ ഗുണങ്ങളുണ്ട്. പഴയ കാലത്തെ ദോഷമുണ്ട്, പുതിയ കാലത്തെ ദോഷമുണ്ട്. നമ്മൾ ഗുണം മാത്രം കണക്കൂട്ടിയാൽ ശരിയാവില്ല. ദോഷത്തെ നമ്മൾ സഹിക്കുക, ദോഷത്തെ ഗുണമായി മാറ്റുക. ഇതാണ് എൻ്റെ പോളിസി. അതുപോലെ തന്നെ പ്രേക്ഷകരോട് പറയാണ്, മാഷ് ഈ മൃദംഗത്തിൽ പുതിയൊരു താളം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വേൾഡ് ഫേമസ് ആയിട്ട് ഇങ്ങനെ ലോകമെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 13.5 താളാണ്, 13.5 താളം എന്നുള്ള ഒരു കണക്കാണ് അത്. ശിവപാല താളം അല്ലേ? അപ്പോൾ ഈ ശിവപാല താളം മാഷ് അത് കണ്ടുപിടിക്കാൻ എന്താണ് അതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു
രഹസ്യം. ഞാൻ ചുരുത് പറഞ്ഞാൽ നമ്മള് ഭൂമിയിൽ ഒരുപടി ആള് ജനിച്ചു മരിച്ചുപോയി, ഇനിയും വരും തിരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ തമ്പ് ഇവിടെ വെച്ചാൽ ഇതുപോലെയുള്ളൊരു വ്യക്തി ഇതിനു മുമ്പേ ജനിച്ചിട്ടില്ല എന്ന് ഉറപ്പല്ലേ, ഇപ്പോഴും ഇല്ല എന്ന് ഉറപ്പല്ലേ, അടുത്ത ജന്മത്തിൽ ഇല്ല എന്ന് ഉറപ്പല്ലേ. അപ്പോൾ ഓരോരാൾക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അത് നമ്മൾക്ക് കീപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ ഇത്രയും പ്രശസ്തനായ ഒരു മനുഷ്യൻ, എത്രയോ ഉയരത്തിലെത്തിയ മനുഷ്യൻ ഒന്നുമല്ലാതെ മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് ശിവപാർവതി. ആ മനുഷ്യന്റെ പേര് നിലനിർത്താൻ ചെറിയ ചിലപ്പം ശിഷ്യന്മാർ പോലും ചിലപ്പോൾ തള്ളി പറഞ്ഞു, എന്റെ സുഹൃത്ത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവും കാലഘട്ടങ്ങളിൽ വരുന്നു. അങ്ങനത്തെ സുഹൃത്തുക്കളെ ഞാൻ ശ്രദ്ധിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നിലനിർത്തൽ എന്റെ ഒരു മനസ്സിന്റെ ഒരു ഇതാണ്. എന്റെ അഞ്ചൻ അതുപോലെ ഒരു സിനിമാ നടനായിട്ട് അദ്ദേഹമുണ്ട്. ഈ രണ്ടാളെല്ലാം നമ്മളെല്ലാം ഒരു വാർത്ത പറഞ്ഞ അച്ഛന്റെ പേര് നിലനിർത്തുക എന്നുള്ളൊരു ഒരു വഴിയാണ്. അത് മാത്രമല്ല, അടുത്ത തലമുറക്ക് നമുക്ക് എന്തെല്ലാം കൊടുക്കാൻ കഴിയും അത് നമ്മളെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അത് വെച്ചാൽ അടുത്ത തലമുറക്ക് പറഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് കാളവണ്ടിയിൽ പോയി, ഇപ്പൊ കാറും ബസ്സിൽ പോയി, ഇനി വിമാനത്തിൽ പോകും. ഇന്ത്യ നല്ല വിമാനം ഉണ്ടാക്കി തുടങ്ങുന്നു. അപ്പൊ കാലഘട്ടത്തിന് നമ്മളെ പക്ഷെങ്കിൽ ഏതോ കാലത്ത് ലോകത്തിന്റെ ഏറ്റവും ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാൾ, സാമ്പത്തികമായിട്ട് എല്ലാം എത്രയോ ഉയരത്തിലുണ്ടായ ഒരു രാജ്യത്തിലെ ഒരു ഭാഗങ്ങളാണ്. നമ്മളെ സംസ്കാരവും നമ്മളെ കലയെന്ന് പറഞ്ഞാൽ അപാരമാണ്. ഈ നമ്മളെ മറ്റേ ജാസ്, ഞാൻ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഒരു വലിയ ജാസിസ്റ്റ് അങ്ങനെയുള്ള പരിചയപ്പെടുത്തി നോക്കുമ്പോൾ അവർ ഇന്ത്യ എന്ന് അല്ലെങ്കിൽ മൃദംഗെന്ന് കേൾക്കുമ്പോൾ അവർ കാണിക്കുന്ന ഒരു സ്നേഹം അത് അറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത തലമുറക്ക് ഇനിയും വരാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾക്ക് താളത്തിന്റെ ഒരു ഘട്ടമാണ് ധ്രുവം, മട്യം, ദുർഗം, ജമ്പ, ത്രിപുട, അട, ഏകം, സപ്തതാളം, 5 ജാതി 5 ഗതി, അങ്ങനെ എത്ര ഇലാബറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയെന്നെ പറ്റിയിട്ട് പഠിച്ച് ഇതിലില്ലാത്തൊന്നും ഉണ്ടാക്കണം. ഈ കള്ളിയിൽ പോകാത്ത ഒരു സാധനം ഉണ്ടാക്കൽ വലിയ പണിയാണ്. അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന് ആരടുക്കെല്ലാം പോയിട്ട് അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്ന് മൃദംഗത്തിന്റെ 95ഓളം വയസ്സെന്ന് എന്റെ മനസ്സിൽ അവസാന വാക്കുമാണ് തഞ്ചാവൂർ ടി.കെ. മൂർത്തി സാർ. അദ്ദേഹത്തിന് മുമ്പ് പോയിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ച് അദ്ദേഹത്തിന് വായിച്ച് അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടി. അദ്ദേഹത്തിന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കാൻ 14 അണിക്കാനിൽ ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ട് 7 കാലം വായിച്ച വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് വളരെ വിഷമില്ലാതെ ഞാൻ ഗിന്നസിന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ഇത് ചെയ്യും. അപ്പോൾ ഇതൊരു തപസ്സാണ്. ഈ തപസ് നമുക്ക് ചെയ്യാൻ എത്ര പോലെ കഴിയും അത്രയും നമുക്ക് കാര്യങ്ങൾ നേടാനും അതിന് വളരെ ലളിതമാക്കിയിട്ട് നമുക്ക് പുതിയ തലമുറക്ക് കൊടുക്കണം. അതിന് ഇലക്ട്രോണിക് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ 2 കയ്യിൽ 2 താളം വായിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ താളം എങ്ങനെ ഉറക്കാം. അതുപോലെ തന്നെ ലോകം ഞാൻ എൻ്റെ ഒരു വലിയൊരു ഏട്ടന സ്ഥാനത്തിലാണ് ഞാൻ വളരെ ബഹുമാനം മട്ടന്നൂർ ശങ്കരമാരൻ. അദ്ദേഹത്തിന്റെ ആദ്യം കേൾക്കാൻ വേണ്ടിയിട്ട് പ്ലെയിൻ വരെ മിസ് ചെയ്ത ആളുണ്ട്. അടുത്ത പ്ലെയിനിൽ പോകേണ്ട ആളെ ഇത് താളവാദ്യം കേൾക്കാൻ വേണ്ടി കേട്ട് പോയ ചരിത്രം വരെയുണ്ട്. അപ്പൊ അത്ര വലിയ മഹാന്മാരിലെ പിന്നെ ഒരു നമ്മുടെ കേരളീയർ പ്രത്യേകിച്ച് താളത്ത് നമ്മളെപ്പോലെ കൈകാര്യം ചെയ്യുന്നവർ ലോകത്തുണ്ട്. കാരണം ഈ ഒന്ന് പഞ്ചവാദ്യം ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന്റെ ഭംഗിയും അതിന്റെ സുഖം, അല്ലെങ്കിൽ തായമ്പ, അല്ലെങ്കിൽ ഞാൻ വേറൊന്നും കൂടി പറയാം, ഞാൻ ശ്രദ്ധിച്ചു നോക്കി തെയ്യത്തിലുള്ള അപൂർവ താളങ്ങൾ ശരിക്കും ഗവേഷണം നടത്തി എവിടെ കിടക്കുന്നറിയോ. താളം പിടിക്കാൻ പോയിട്ട് അതിശയപ്പെട്ടു. അത്രയും കാര്യങ്ങളുണ്ട്. ഇതിലൊന്നും അത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു എന്റെ സമയം കുറച്ച് പോയാലും തിരക്കില്ല. ഇതിനെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ബോധം, ഒരു ശ്രമം ഞാൻ ചെയ്യുന്നു. ഇപ്പൊ തെയ്യത്തിനെ കുറിച്ച് പറയുന്നത് ഒരുപാട് ഒട്ടനവധി കലാശങ്ങളുണ്ട്. അതെ 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 ആദ്യത്തിന്റെ ഒരു അതെ കലാശം എന്നല്ല. ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് രാമന്തളി ഒരു കുറെ തെയ്യങ്ങള് എല്ലാ തെയ്യങ്ങളും ആടുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ കേൾക്കുമ്പോൾ അപൂർവമായ ഒരുപടി താളങ്ങൾ. അപ്പൊ അതിനെ എന്താണെന്ന് മനസ്സിലാക്കേണ്ട ചെറിയൊരു ബോധം എനിക്കില്ലോണ്ട് ഞാൻ മനസ്സിലാക്കുമ്പോൾ അതൊരു സമുദ്രം വേറെയാണ്, വലിയൊരു സമുദ്രം വേറെയാണ്. ഇങ്ങനെയില്ലേ. അപ്പം താളങ്ങളെ ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളീയത്തിൽ ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ കഥ. മാഷ ഇപ്പൊ കുറെ പുരസ്കാരങ്ങൾ മാഷ തേടിയെത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഈ അടുത്തിടെ തന്നെ അത് നമ്മുടെ ചെന്നൈയിൽ നിന്ന് ഒരു അവാർഡ് മാഷ് ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് എന്താണ് പ്രേക്ഷകരോട് പറയുന്നത്? സ്വതവേ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നതും പുറത്തുനിന്ന് തിരിച്ചു വരുന്നതും 2 പേരുണ്ട്. അപ്പോൾ എൻ്റെത് ദക്ഷിണേന്ത്യ മൊത്തത്തിൽ ഒരു വർഷത്തിൽ ഒരാൾക്ക് കൊടുക്കുന്ന അവാർഡ് 30,000 രൂപ മദ്രാസ് ക്രാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന സംഘടന തരുന്നത്. അത് പത്മഭൂഷൺ പി ധന്യൻ സാറ് കൈകൊണ്ട് അത് ഏറ്റുവാങ്ങാനൊരു ഭാഗ്യം കിട്ടും. പിന്നെ നമ്മുടെ ഈ നാട്ടിന്റെ പേര് ലോകത്തെത്തിക്കുന്ന വലിയൊരു കലാകാരൻ, ഇന്ന് ജീവിതത്തിലെ വലിയൊരു കലാകാരനാണ് ധന്യൻ സാർ. അദ്ദേഹത്തിന്റെ കൈകൊണ്ട് അത് വാങ്ങാൻ
ഒരു ഭാഗ്യം കിട്ടി. അതിന് 30,000 രൂപ മാത്രമല്ല, ബാക്കി 6 ആൾ നമ്മളെ പിന്നണി വായിക്കുന്നവർ പ്ലെയിനിൽ തന്നെ പോയി തിരിച്ചു വരാനുള്ള 1 ലക്ഷം രൂപയോളം അതിന് ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ അതേമാതിരി ഒരു ഭാഗ്യം തന്നെയാണ് നമ്മളെ കലയുടെ ശ്രീകോവിൽ ലോകം തന്നെ അംഗീകരിക്കുന്ന അടയാർ കലാക്ഷേത്രത്തിൽ ഒരു അരമണിക്കൂർ ഈ താളം അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അത് ഞാൻ അതുപോലെ കാണും. അത് കൂടാതെ അവിടെ വെച്ചിട്ട് ഞാൻ പോകുമ്പോൾ ഗുരു ചെന്തുപ്പടിക്കറാശ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥൻ, കഥകളിക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വലിയ പ്രതിമയുണ്ട്. അതിൻ്റെ മുമ്പിൽ പോയിട്ട് എല്ലാവരും അവിടുത്തെ സ്റ്റാഫ് അടക്കം നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അതിലൊരു ഭാഗമാവാൻ തന്നെ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. രണ്ടാമത് അവിടെ വെച്ചിട്ട് എനിക്ക് ഒരു കുട്ടിയുടെ വക, ഇത് ശിവതാളം എന്ന് പറഞ്ഞാൽ പഞ്ചമുഖി പോലെ ഉള്ളൊരു അപൂർവ താളാന്ന് ഹിന്ദുവിൽ കണ്ടിരുന്നു. അതുകൊണ്ട് പഞ്ചമുഖി ഒന്ന് പരിചയപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈ പഞ്ചമുഖി പിന്നെ കൂടാതെ നവമുഖി അടക്കം ഡോക്ടർ ബാലമുരളി സാറ് മുമ്പിൽ പോയിട്ട് അത് മനസ്സിലാക്കാൻ ഒരു 10 മിനിറ്റ് സമയം കിട്ടിയിട്ടു. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ് അത് വെച്ച് ഞാൻ ശരിക്കും ഏകലവ്യൻ്റെ മാതിരി ഒരു കൈ കൊണ്ട് നവമുഖി വായിക്കുക, മറുകൈ കൊണ്ട് അതിൻ്റെ മിശ്രം സഹിഷ്ണം സങ്കീർണഗതി വായിക്കുക. സങ്കീർണഗതി ഒരു കൈയിലും വായിച്ച് നവമുഖി താളം മറുകൈയിലും വായിച്ചിട്ട് അവിടുന്ന് ആ ഒരു ക്ലാപ്പ്, അത് എൻ്റെ ജീവിതത്തിൽ അതെൻ്റെ മുകളിൽ നിന്ന് അച്ഛൻ കേൾക്കുന്നു വിചാരിച്ചു. ഞാനൊന്ന് കഴിഞ്ഞു. പിന്നെ കേരളത്തിൽ നിന്ന് കാര്യമായിട്ട് ഇത് കിട്ടി പറഞ്ഞാൽ നമ്മുടെ സമീപ പ്രദേശം ഉച്ചവിട്ട് അവരെ ഇതുണ്ടായിരുന്നു, അവിടുന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ചിലപ്പോൾ ശ്രദ്ധിക്കും, കുറ്റത്തെ മൂലൊക്കെ മണമില്ലല്ലോ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നത്. പക്ഷേ എന്നെക്കാളും എത്രയോ കഴിവില്ലവര് ശ്രദ്ധിക്കപ്പെടാത്ത താങ്കളെ അച്ഛനെ പോലെ ഉള്ളവരെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. നമ്മളെല്ലാം മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിലും ദൈവത്തിനെ അറിയിക്കുന്ന സാധനങ്ങൾ അവർക്കെല്ലാം കിട്ടിയാൽ മതി. എനിക്ക് ഇല്ലതിൽ തൃപ്തിയാണ്. പിന്നെ അങ്ങനെ പ്രോഗ്രാം അങ്ങനെ ചെയ്തു. സ്കൂളില് പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ കായികാധ്യാപനാണ്. പിന്നെ അപ്പം കായികാധ്യാപൻ അതുകൊണ്ടാണ് ഇന്നും ഒരു പെൻഷൻ വാങ്ങിയിട്ട് ജീവിക്കാൻ കഴിയുന്നത്. കായികത്തിനോടനുബന്ധിച്ച് തന്നെ സംഗീതത്തിലെ കണക്ക് വിഷയങ്ങളുണ്ട്, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ കണക്ക്, എനിക്ക് കണക്കിൽ വലിയ താല്പര്യം. അപ്പം ഞാൻ നാലക്ക സംഖ്യ കൊണ്ട് ഗുണിക്കാൻ എഷ്ടൂലെ ബെഞ്ചിലെ കുട്ടികളോട് 4, 5 ഏതെങ്കിലും പറയും, അങ്ങനെ ഗുണിക്കുക. അങ്ങനെയില്ല ചില ക്ലാസ്സുകൾ UP സ്കൂളുകളിൽ മൊത്തം കുട്ടികളെ എത്തിക്കൊണ്ട് കുറേ സ്ഥലത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് കണക്ക് എന്ന് പറഞ്ഞ ജീവനാണ്. സംഗീതത്തിലെ കണക്കിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇത്രയും വലിയ കണക്കിൻ്റെ ഒരു ഇതാണ് നമ്മുടെ സംഗീതം. അപ്പൊ അതിന്റെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കായികാധ്യാപകനായിട്ടാണ് വർക്ക് ചെയ്ത് പാട്ടിയമ്മ UP സ്കൂൾ ഒരു സ്കൂളിലാണ് ജോലി ചെയ്തത്. ഒരു 30 വർഷത്തെ സർവീസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതും അച്ഛൻ്റെ വാക്കാണ്, നീ എനിക്കൊരു ജോലി വേണം, ശരി എന്ന് ഞാനിപ്പോൾ പറയുന്നു. പക്ഷെ അത് ഇതിന്റെ ഇനിയിപ്പോ അതിനിടയില് നമുക്ക് മൃദംഗത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാഷിന്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൃദംഗം വായിക്കുമ്പോൾ 2 കൈനെ കൊണ്ടാണ് വായിക്കുന്നത്. പക്ഷെ മാഷ് വലത്തെ കൈനെ കൊണ്ട് ഒരു താളം വായിക്കും, ഇടത്തെ കൈനെ കൊണ്ട് വേറൊരു താളം വായിക്കും. അപ്പൊ അത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഏതാനും ഭാഗങ്ങൾ അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്റെ രണ്ട് ജോലിയുമായിട്ടൊരു ബന്ധമുണ്ട്. സത്യത്തിൽ ഞാൻ സ്പോർട്സ് മാഷാന്ന് പറഞ്ഞു. ഒരു കൈ ഈ ഭാഗത്തേക്ക് തിരിക്കുന്ന സമയത്ത് മറുകൈ എതിര് ഭാഗത്തേക്ക് തിരിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഈ കൈ ഇങ്ങോട്ട് തിരിയും, ഈ കൈ തരുന്നെങ്കിൽ നമ്മുടെ ബ്രെയിൻ കട്ട് ചെയ്തുകൊണ്ട് പിന്നെ റൈറ്റ് സൈഡിലത്തെ ബ്രെയിൻ്റെ ഭാഗം കൊണ്ട് ലെഫ്റ്റിനെ കൊണ്ട് റൈറ്റ് കൈയും ഇതാക്കുന്ന മാഷ് അതിനെ ഡെവലപ്പ് ചെയ്ത് വന്നൊരു സംഭവമാണ്. അത് ഒരു ദിവസം കൊണ്ടായതല്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കൈ ഫ്രീയാണ്. പിന്നെ ഇത് 2 ചെയ്യുമ്പോൾ കുറച്ച് ഇത് ഈസിയാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയണം, സംസാരിക്കാൻ കഴിയണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഫ്ലുവൻ്റ് ആവുക. ഇതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് മറ്റുള്ള ആൾ പിടിക്കുന്ന താളത്തെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും.
ഈ കൈ അത് ചെയ്യുന്നത് തന്നെ ഇത് രണ്ടിനും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ ചെയ്യുന്നത് ഒന്നുമല്ല. എന്തുകൊണ്ട് നിങ്ങൾ നെയ്യുന്ന ആളെ ശ്രദ്ധിച്ചു നോക്കിയാൽ എത്ര വർക്ക് അവർ ചെയ്യുന്നു. അതിന്റെ മുമ്പിൽ ഇതെന്താണെന്ന് ഞാൻ ചോദിക്കും. അപ്പോ അഭ്യാസം കൊണ്ട് നിത്യാഭ്യാസി ആന എടുക്കുന്നവരാണ് അതിന്റെ സത്യം. പിന്നെ ഇതിനെ കൊണ്ട് എന്തെല്ലാം അഡ്വാൻറ്റേജ് ഉണ്ട്. താളത്തെ നമുക്ക് എത്ര ഉറപ്പിച്ച് കൊണ്ടുപോകാം. ഒരു ഉദാഹരണം, ചെറിയൊരു പീസ് തകതിമി തകതക്കിട്ട സങ്കീർണഗതിയാണ്. അപ്പൊ അത് വെച്ചിട്ട് തകതിമി തകതക്കിട്ട തകതിമി തകതക്കിട്ട തകതിമി തകതക്കിട്ട തകതിമി തകതക്കിട്ട തകതിന 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 തകതിമി തകതക്കിട്ട തകതിമി തകതക്കിട്ട തകതക്കിട്ട തകതിമി തകതക്കിട്ട തകതിന 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 എന്ന് വായിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സങ്കീർണഗതി വെള്ളം പോലെ എന്നാ പറയില്ല. പക്ഷെ അത്രയും അത് അതിന്റെ വിഷമം വായിക്കുന്നവർക്ക് അറിയും. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇപ്പൊ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നവമുഖി പല മത്സരങ്ങളിൽ നിന്ന് വലിയ മനുഷ്യർ കാണാൻ കഴിഞ്ഞ ബാക്കി അതിന്റെ കഥ ഞാൻ രണ്ടാമത് പറയും. അപ്പൊ ആ മനുഷ്യന്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് പോയിട്ട് നമസ്കരിച്ച് പറയാമെന്ന് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു, സാറേ നമസ്കാരം. പിന്നെ ഞാനൊരു താളത്തെ ചിട്ടപ്പെടുത്തി ചോദിച്ച ചോദ്യപ്പോ ഗൗരവത്തിൽ ഞാനത് അപ്രൂവ് ചെയ്തു. ഞാൻ പറഞ്ഞു TK മൂസാറാണ്. അവൾക്ക് മേലെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അവൾക്ക് മേലെ ഞാൻ എന്താ താളത്തെ പറ്റി പറയാം. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഞാൻ, സാറേ പഞ്ചമുഖി എന്ന് പറഞ്ഞൊരു താളം സാറ് ചിട്ടപ്പെടുത്തിയായിട്ട് അറിഞ്ഞു. ഭൂമിയാൾപുരം സാറ് വായിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിനെപ്പറ്റി അറിയാം. അപ്പൊ അത് പറഞ്ഞു തരാം. സശബ്ദ ക്രിയകൾക്ക് പിന്നെ മിശ്രം തിസ്രം ചൈസ്രം കണ്ട സങ്കീർണം വെച്ച് കൊണ്ടുപോകും. ബാക്കി ബീറ്റുകൾ സശബ്ദ ക്രിയ നമ്മൾ അടിക്കുമ്പോൾ 1 2 3 4 5 6 7 8 1 5 7 ഇത് ശബ്ദം വരുന്ന സശബ്ദ ക്രിയയും ബാക്കി നിശബ്ദ ക്രിയയും. അപ്പൊ ആ സശബ്ദ ക്രിയക്ക് ഖണ്ഡം വെച്ചിങ്ങനെ 1 2 3 അപ്പൊ സങ്കീർണഗതിയോ 1 2 3 ഈ സാധനം ഒരു കൈ കൊണ്ട് താളം ഇട്ടുകൊണ്ട് മിശ്രം തിസ്രം ചേസ്രം കണ്ട സങ്കീർണമുണ്ട്. അതിൽ ഗതികൾ വരുമ്പം ഈ പണി പോരാ, വളരെ. അപ്പൊ തദ്ദിം ദിന്തതി. അപ്പൊ ഇങ്ങനെ പിടിച്ച തദ്ദിം ദിന്തതിയും തത്തിം ദിന്തതിയും തത്തിം ദിന്തിയും തത്തിം ദിന്തയും 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 തിന്തിന്തയും തത്തിം ദിന്തയും തത്തിം ദിന്തയും തത്തിം ദിന്തയും തത്തിം ദിന്തയും തത്തിം ദിന്തയും തത്തിം. ഇത്ര ഇത് പകുതിയായിട്ടു. ഇനി തിരിച്ചും കൂടി വന്നാലേ ഗതി വരുമ്പോ നമുക്ക് ഒന്നുകൂടി ഞാൻ ഒന്നും കൂടി പറയാം. തത്തിം ദിന്തയും 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 ഇങ്ങനെ വരണം. ഹരിമോഹൻ മാഷിന്റെ അനുഭവങ്ങളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.